മമ്മൂട്ടിയാണ് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെ? മമ്മൂട്ടിയെ? മോഹൻലാലിനെ? മോഹൻലാലിനെ ഏറ്റവും ഇഷ്ടം. ഇതിപ്പോ ആരുടെ സിനിമയെ കാണുന്നേ? വിജയുടെ സിനിമയാണ് കാണുന്നത്. ഇപ്പം മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? വിജയും കാണണമെന്ന് ആഗ്രഹമുണ്ടോ? മോഹൻലാലിനെ വിജയൊക്കെ കാണണമെന്ന് ആഗ്രഹം. അസുഖങ്ങളൊക്കെ മാറും കേട്ടോ. ഒരു സുഹൃത്തിനെ സഹായിച്ച് ഈ ഒരു ഗതിയായതാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ലിവർ ദാനം ചെയ്ത് ഈ ഒരു അവസ്ഥയിലായി. 2020 ഈ ചേട്ടൻ ലിവർ ദാനം ചെയ്യാൻ വേണ്ടി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി. സർജറി സമയത്ത് പുള്ളിക്ക് BP കൂടി. അത് ഹോസ്പിറ്റലുകാരെ അറിയിച്ചതൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് സ്റ്റോക്ക് വന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ചേട്ടൻ ഉള്ളത്. ചേട്ടന് ഡെയിലി 5000 രൂപയോളം മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ വേണം. ഈ ചേട്ടന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രോട്ടീനാണ് കഴിക്കുന്നത്. വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ 2000 രൂപയോളാവും. ഇത് ഒരെണ്ണം വേണം ഒരു ദിവസം. ഹോസ്പിറ്റലുകാരുടെ പ്രശ്നം മൂലം ഉണ്ടായതാണ് ഇത്. ചേട്ടനിപ്പോ 45 വയസ്സുണ്ട്. ഒരു സുഹൃത്തിനെ സഹായിച്ചതിന്റെ പേരിൽ വീടും എല്ലാം നഷ്ടപ്പെടുത്തി ഒരു വാടക വീട്ടിൽ കിടക്കുകയാണ്. ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കണം. ഇതെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം ഈ പ്രോട്ടീൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ചേട്ടനാണ് ഇത്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളെ സഹായിക്കണം. കാരണം ഇവർക്ക് ഒരുപാട് പൈസ ദിവസം വേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഓരോ ഷെയറിനും ഓരോ ദിവസം മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 രൂപയെങ്കിലും നിങ്ങൾ സഹായിക്കണം ഇവരെ. കാരണം അത്ര ഗതികെട്ടിരിക്കുക. നാളെ നമുക്ക് ഈ അവസ്ഥ വരുന്നത്. ഞങ്ങൾക്കൊണ്ട് ആകെ ഉണ്ടായിരുന്ന വീടും പറമ്പും എല്ലാം വിറ്റ് ചികിത്സയൊക്കെ എടുത്തു. ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാരെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇനി മുന്നോട്ട് ഒരു നിവൃത്തിയില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് ഒരു സഹായം കിട്ടിയെങ്കിൽ ഞങ്ങള് നിങ്ങളോടൊന്നും ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു, ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ആരെയും. പക്ഷെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അല്ലാതെ വേറൊരു വഴിയില്ല ഞങ്ങളുടെ മുന്നിൽ. ദയവ് ചെയ്ത് വീഡിയോ കാണുന്നവരെ നിങ്ങൾ സഹായിക്കണേ. എന്റെ ബ്രദറിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ, ചികിത്സിച്ച് റെഡിയാക്കാൻ. അവനൊരു നന്മ ചെയ്തിട്ടാണ് അവൻ ഈ ഒരു അവസ്ഥയിലായത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചേട്ടന്റെ സന്തോഷം സിനിമയാണ്. സിനിമ കണ്ടാണ് ഈ ചേട്ടന്റെ വേദന പോലും ചേട്ടൻ മറക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചേട്ടനെ സഹായിക്കണം. നിങ്ങൾ പറ്റുന്നത് സഹായിക്കുക. നിങ്ങൾ എത്രയോ രൂപ നശിപ്പിച്ചു കളഞ്ഞു, നമ്മളെല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചേട്ടനെ സഹായിക്കണം. സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.